ഹായ് ഹലോ. അപ്പോഴേ നമുക്ക് ഉണ്ടാക്കാൻ കിട്ടിയിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. 1 kg ആണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ വെറ്റൊക്കെ ചെയ്തിട്ട് ക്രീമൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് ലേസിലൊക്കെ ചോക്ലേറ്റൊക്കെ ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ സെക്കൻഡ് ലെയർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ക്രീമൊക്കെ കൊടുത്ത് ഡാർക്ക് ചോക്ലേറ്റൊക്കെ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഓർഡർ തരുന്നത്. ഇവർ ഞങ്ങളെ ആ ഒരു വീടിൻ്റെ വഴി പോയപ്പോൾ കേക്കിൻ്റെ ബോർഡ് കണ്ടിട്ടാണ് കേട്ടോ അവിടെ കയറിയത്. അപ്പോൾ വീട്ടിൽ ഡെലിവറി ചെയ്യാനായിരുന്നു പറഞ്ഞത്, പക്ഷേ അവർ വന്ന് വാങ്ങിയതാണ് കേട്ടോ കേക്ക്. അപ്പോൾ ഇതാ നമ്മൾ കേക്കൊക്കെ നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക്സൊക്കെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റും പെട്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പല തീമിലും പല കളറിലും പല മോഡലുമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കേക്ക് ഏതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ഇവരും ഒരു നല്ല വെറൈറ്റി ആയിട്ടായിരുന്നു ചെയ്യാൻ പറഞ്ഞത്, പക്ഷേ മുകളിൽ ചോക്ലേറ്റ് ഒഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫൈനൽ കോട്ട് കൊടുത്ത് സ്ക്രാപ്പ് കൊണ്ടൊരു ഡിസൈനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ ബേസിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ക്രീമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ ഒരു തിരക്കായിരിക്കില്ല എല്ലാവർക്കും. ഹോം ബേക്കേഴ്സിന് പ്രത്യേകിച്ച് സ്കൂൾസിലൊക്കെ നല്ല കേക്കൊക്കെ എന്തായാലും എല്ലാവർക്കും വരും. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്ന തിരക്ക്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഒരു ബർത്ത്ഡേ കേക്ക് കൂടെ വന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ ഗണേശൊക്കെ ഒഴിച്ച് സ്പാച്ചിലോണ്ട് ചെറിയൊരു റൊട്ടേറ്റിംഗ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഇതാ നമ്മൾ ബട്ടർഫ്ലൈയും റെഡ് സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്ക്.